അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ അതാ സന്തോഷവുമുണ്ട്, മറുഭാഗത്ത് ചെറിയൊരു വിഷമവുമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, അതെ വീട്ടിൽ വലിയൊരു മുടികളച്ചിൽ നടക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. മോനെ, ഷാമോനെ, ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ എന്തേ? എടാ നവാസിനൊന്ന് വിളിച്ച. മോനെ എന്താ സാധനം, വീട്ടിൽ പല പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വലിയൊരു പരിപാടി വരാൻ നിൽക്കണ്, നാടറിഞ്ഞ് നടത്തണം. അതുകൊണ്ട് നവാസിനോട് വരാൻ പറയും. മദ്യം എൻ്റെ ബിസിനസ്സൊക്കെ കാലാകാലം ബിസിനസ്സാ. അല്ല പിന്നെ ഓന് ഗൾഫിൽ എത്ര കടണ്ട്, അതൊന്നും പോരോ എനിക്ക്. മനുഷ്യന്മാർക്ക് അത്ര അത്യാഗ്രഹം പാടില്ല. അല്ലെങ്കിൽ പൈസക്കാർക്ക് തന്നെയാണ് പിന്നെയും പൈസ ഉണ്ടാക്കുന്നുള്ള ചിന്ത ഉണ്ടാകുക. എന്താന്നില്ലേ വല്ലാത്തൊരു പുതുമ. ഇമ്മട്ടൊക്കെ കാട്ടിക്കൂട്ടിയപ്പോൾ എന്താ, ഒന്നുമില്ലെങ്കിൽ ആ പെണ്ണിപ്പോൾ ഓൾക്കിപ്പോൾ ഡേറ്റൊക്കെ തെറ്റി തുടങ്ങുകയാണ്. എന്നാൽ അതൊന്ന് കാണാനോ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഇതാ ഒരു പെണ്ണ് പെറ്റി 2 ഇരട്ടിക്കുട്ടികൾ ഒക്കെ എല്ലാവർക്കും സന്തോഷമല്ല, എല്ലാവരും കാണാൻ വന്നു. ഫൈസൽ പിന്നെ അവിടെ വെച്ച് നിൽക്കുക. ഇനി പോകാൻ വരുന്ന എങ്ങനെയാവാം. ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ. ഈ നവാസിനാണ് ഇപ്പോൾ തീരെ ഒരു കൂട്ടമില്ലാത്ത. 2 പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ പാടുണ്ടോ എനിക്ക്. എന്നാലും ഇവരെ ഒന്ന് കാണ്ടേക്കും. ഇനി ഇമ്മാനെ മാണ്ടമ്മ പ്രായമായിക്കണം, വയസ്സായിക്കണം, ഉമ്മാനെ കാണ്ട. എന്നാൽ ആ പെണ്ണുങ്ങളൊന്ന് കണ്ടൂടെ? ഓരോ കുട്ടികളൊന്ന് കണ്ടൂടെ? അറ്റങ്ങളെ കണ്ണും മോറും കാണാതോ നിൽക്കൂലേനു. ഗൾഫൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോലും, ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരല്ലോ. എന്തേനും ഇപ്പോൾ കുട്ടികളും വേണ്ട, പെണ്ണുങ്ങളും വേണ്ട, മക്കളും വേണ്ട, ഉമ്മയും വേണ്ട, ആരും വേണ്ട. വല്ലാത്തൊരു പുതുമന്നെ ഇക്കോലം ആയാൽ. ഷാമോനൊന്ന് വിളിച്ചാ ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഉമ്മ എന്തേ പറഞ്ഞു? വേണ്ട, എന്നോട് ഒരു കാര്യം പറയണ്ട. ഓൻ ആ നമ്പർക്ക് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കൂല. ഞാൻ പിന്നെ ഒരിട്ടം വിളിച്ചു നോക്കീനു. ഉമ്മ നിങ്ങൾ ആ നമ്പർക്കൊന്നും വിളിക്കേണ്ട, അത് ആരുടെയൊക്കെ നമ്പറാണ്. അത് അവിടുത്തെ ഓഫീസത്തെ ഏത് ഓഫീസല്ല. എന്തായാലും വേണ്ടിയില്ല. ഞാൻ വിളിച്ചു, എനിക്ക് എൻ്റെ മോൻ്റെ ഒച്ച നിടക്ക് കേൾക്കണം. എന്നാലും കൊടുത്തില്ല, ഞാൻ വിളിച്ചീനു. ഉമ്മ എപ്പോഴും വിളിച്ചത്? ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചീനു. ഉമ്മ ദയവായി ഇനി അതിലേക്ക് വിളിക്കല്ലിമ്മ. എന്താ പിന്നെ ഓനൊരു നമ്പർ ഉണ്ട് കൊണ്ടാ. വല്ലാത്തൊരു പുതുമൻ. എങ്ങനെ ഉണ്ടാവുമല്ലോ കുട്ടികൾ. ഹൈ, മനുഷ്യന് ഇവിടെ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് തലയിലാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് നവാസ് വന്ന കുറേയൊക്കെ സൗദൻ്റെ കാര്യമെങ്കിലും ഓനാണ് നോക്കിക്കോളുന്നത്. ഓളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ചട്ടം കീപ്പട്ട അവളെ സ്വഭാവം. എല്ലാവരും ഒരു ദിവസം കഴിയുമ്പോൾ ഒരു മാറ്റം വെച്ച് വരും. ഇതിങ്ങനെ നമ്മൾ വെച്ച് വേണ്ടി കൊടുക്കണേനൊന്നല്ല, അതൊക്കെ ആയിക്കോട്ടെ. എന്നാലും അവനാൻ്റെ കുട്ടികളൊക്കെ ഒന്ന് വാങ്ങുക പിടിച്ചോ, അതും ഇല്ല. ഓൾക്ക് കുട്ടികളെ നുള്ളോളി കേൾക്കാൻ പറ്റില്ലല്ലോ. ഓൾ പറയാം കുട്ടികളെ നുള്ളോളി കേൾക്കുമ്പോൾ എനിക്ക് മേത്ത് കൂടെ എന്തൊക്കെയോ ഇങ്ങോട്ടൊരു ഇടങ്ങാറ് വരുന്നത്. ഓരോരുത്തർക്ക് കുട്ടികളില്ലായിട്ട് കുട്ടികളെ പഠിച്ചവൻ കൊടുത്തല്ലോ. ഇവിടെ കുട്ടികളെ നുള്ളോളിയൊക്കെ ഉണ്ടാവും. കുട്ടികളെ നുള്ളോളി എന്ന് വെച്ചാൽ എന്താ, ഞമ്മക്കിപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കരച്ചിൽ തന്നെ വേണം. അത് പെരക്കൊരു ബർക്കത്താ. കുട്ടികളും പ്രായമായാലൊക്കെ പെരയും വേണം, എന്നങ്ങനെ തന്നെ പെരക്ക് ബർക്കത്ത് ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. ഏതായാലും വല്ലാത്തൊരു പുതുമ. നവാസിൽ ഒന്നും ഇങ്ങോട്ട് വന്ന് കിട്ടിയെങ്കിൽ. ഓളാണെങ്കിൽ ഇപ്പോൾ തീരെ ഭക്ഷണം എന്തൊക്കെയാവോ പഠിച്ചോനെ. ആ കുട്ടീനെ മര്യാദക്ക് നോക്കി എൻ്റെ നുസി രക്ഷപ്പെട്ടീനു. എന്നാൽ റാഹില അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉമ്മ റാഹിലയെ പറഞ്ഞയച്ചില്ല. കാര്യം മറ്റൊന്നുമല്ല, നുസിക്ക് എല്ലാ ഭാരം കൂടി ഒരുമിച്ച് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റാഹിലയെ പറഞ്ഞയക്കാതിരുന്നത്. പിന്നെ റുക്യാത്ത് വന്ന് കുളിപ്പിക്കലും അതൊക്കെ ചെയ്യും. പിന്നെന്ന് വെച്ചാൽ ഒത്താഴ്ചയാൾ പിന്നെ പെരീത്തെ പെണ്ണിന്ന് എടുക്കൂലല്ലോ. അടിച്ചുകൊല്ലും തുടക്കലും പാത്രം മോറലും വെച്ചുണ്ടാക്കലും ഓലെടുക്കൂലോ. ഓലോ പെണ്ണിൻ്റെ അതിങ്ങനെ കഴിച്ചു പോകുന്നുണ്ട്. കാരണം പാർപ്പേരത്തിനെ വേറെ നിർത്തിയിട്ടില്ല. പിന്നെ പാർപ്പേരത്തിൽ നിർത്തിയാലെങ്കിൽ 10-60 ഉറുപ്പ്യ വരും, ഒന്നും കുഴപ്പമില്ല. പാർപ്പേരത്തിൽ നിർത്തിയാലെന്താ, പലോലും വേറെ ഒന്നും ചെയ്യൂല. ഓൽക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓൽക്കും അതേപോലെ, ഓൽക്ക് ഹോർലിക്സും മുട്ടി കൊടുക്കുമ്പോൾ ഓൽക്കും അതേപോലെ, ബൂസ്റ്റും പഴം കൊടുക്കുമ്പോൾ അതും അതേപോലെ, ലേഹം വരകി കൊടുക്കുമ്പോൾ അതും അതേപോലെ. പാർപ്പേരത്തിയുള്ള സ്ഥിതി ഇതാണ്. പലർക്കും കുളിപ്പിച്ചാനും അറിയില്ല, കുളിപ്പിച്ചാനും വയ്യ. അതേപോലെ കുട്ടികളെ ശീല തിരുമ്പാനോ അതും വേറെ, അങ്ങനെ എങ്ങനെയൊക്കെ. ഏതായാലും അതുകൊണ്ട് പിന്നെ നിർത്തിയില്ല. എൻ്റെ റബ്ബേ, പണ്ടത്തെ ഞാനൊക്കെ പറ്റിയിരുന്നിരുന്നത് അങ്ങനെ തന്നെ ആയിനോ. ഒത്താച്ചി ഉണ്ടേനോ, മണ്ണാത്തി ഉണ്ടേനോ, അതേപോലെ തന്നെ പാർപ്പേരത്തി ഉണ്ടേനോ. ഇവർ 3 ആളും. ഇനിയിപ്പോൾ മറ്റോള് വരുമോന്നാവോ. വരികയാണെങ്കിൽ വന്നോട്ടെ. അവൾക്ക് കിട്ടാനുള്ളത് കിട്ടാതെ അവൾ പോകില്ലല്ലോ. നുസൈബാൻറ്റീനെ അവൾ വന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുണ്ണ ഇങ്ങോട്ട് വന്നീനു മണ്ണാത്തി. ഓൾക്ക് ഈ പണ്ടേ ഈ ശീല തിരുമ്പി ശീലയിട്ടേ അതുകൊണ്ട് വരാക്കൂല. ഒരാഴ്ചയിൽ അടുപ്പിച്ചൊക്കെ ഇവിടെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ മോനും മരുവോളും മോളൊന്നല്ലല്ലോ എന്നുള്ള നിലക്ക് ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും ഇല്ലാച്ചിട്ട് നിൽക്കേക്കാരം. ഇതിപ്പോൾ പറ്റി അറിഞ്ഞാൽ മണ്ടിപ്പാഞ്ഞ് എത്തും.
ആ എന്നും റുക്കിയാണേ അതിനൊരു ഏത് എടുക്കല്. ഇപ്രാവശ്യം റുക്കി അതിൻ്റെ ഏതൊന്നും എടുത്തിട്ടില്ല. ആള് നന്നായിക്കണേക്കും. ഏതായാലും റബ്ബേ എൻ്റെ പെണ്ണിൻ്റെ പ്രസവം നല്ല റാത്തോട് കൂടി കഴിഞ്ഞ് ഇനി 40 വരെ ഒരു റെസ്റ്റും ഇല്ല. നല്ലോണം ഓളെ നോക്കുക എന്നുള്ളതിന് എനിക്കുള്ള നെയ്യത്ത്. ഉസ്താദ് ഇപ്പോൾ ഏതായാലും പള്ളിക്കലാണ് നിൽക്കൽ. മൂപ്പര് പെരേക്കും പോകില്ല എന്ന് പറഞ്ഞു റൂമിക്ക്. ഇനി ഒറ്റക്ക് നിൽക്കണ്ടേ. അതുകൊണ്ടിപ്പോൾ ഏതായാലും വല്ലാതെ ഇനിയിപ്പോൾ പെറ്റോടത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇടങ്ങാറും അല്ലേ. ഒന്നും സാരമില്ല. അതൊക്കെ ഞാൻ എങ്ങനെയാ ഓളെ നോക്കിക്കൊണ്ട് റായിൽ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഷമ്മാസ് പറഞ്ഞൊന്നും ഞാൻ കാര്യമാക്കൂല. കാരണം ഓനക്കറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട്. ഒരു പെണ്ണ് ആ പെണ്ണിന് 2 കുട്ടികളെയും നോക്കണം, അതിൻ്റെ ഇടയിൽ വെച്ചുണ്ടാക്കണം, അതിൻ്റെ ഇടയിലല്ലേ പണിയെടുക്കണം, പെരയിൽ ആളെ നിർത്തണ്ടെന്ന് എൻ്റെ ഷമ്മാസ് പറയണത്. ഓൻ എന്തിൻ്റെ കേടാവോ? ഓനക്കിപ്പോൾ അറിയില്ലല്ലോ പെണ്ണുങ്ങളെ പണി. ഇത് പോൽക്കിങ്ങനെ മൊബൈൽ ഷോപ്പ് അതും ഇതൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യണ പരിപാടിയാണ്. ഇത് പെണ്ണുങ്ങളെ പണി എടുത്താൽ കാണൂല്ല, പൈസയില്ല. എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട്, പെണ്ണുങ്ങൾക്ക് നല്ല സുഖമാണ് പെരീത്തെ പണിയെടുത്ത് നിന്നാൽ പോരെ. പെരീത്തെ പണിയാണെന്നൊരു കാര്യമില്ല മക്കളെ. ഇത് രാവിലെ മുതൽ വൈകുന്നേരത്തേക്കുള്ളത് വരെ വെച്ചുണ്ടാക്കി വിളമ്പലും വെക്കലും മോറലും അതേപോലെ തന്നെ എല്ലാം പാടങ്ങോട്ട് ആയി വരുമ്പോഴത്തെ പെണ്ണുങ്ങളെ പണി എടുത്താൽ കാണൂല. ഓൾക്ക് ശമ്പളവും ഇല്ല. എല്ലാവരും അങ്ങനെ തന്നെ പണി എടുത്താണ് മടുക്കും. പാവൻ്റെ നുസിയാണ് ഇപ്പോൾ അടുക്കളയിൽ കിടന്ന് വിറകണേ. ഏതായാലും ഓളവിടെ നിൽക്കട്ടെ തൽക്കാലം. പിന്നെ മിസിരിനെ അങ്ങോട്ട് കൊണ്ടുവന്നാലും മിസിരി എടുക്കും. തൽക്കാലം ഓള് കെട്ടിച്ചത് പെൺകുട്ടിയല്ലേ, ഓളവിടെ നിർത്തണ്ട. തൽക്കാലം ഫസീലാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കട്ടെ. അങ്ങനെയായിരുന്നു ഉമ്മയുടെ ചിന്താഗതികൾ. എന്നാൽ മുടിയാഴ്ചലിനെ അത് നല്ല മട്ടത്തിൽ നടത്തണം. നവാസിനെ വിളിച്ച് പറയണം തന്നെയാണ് ഉമ്മ വാശി പിടിക്കുന്നത്. ഓനോട് മതിയാക്കി പോരാൻ പറഞ്ഞാച്ച് കുറേ ദിവസമായി. അങ്ങനെ ഓന് ബിസിനസ് ഇതൊരു വിളിയില്ല തെളിയില്ല. എന്നോട് പറയിപ്പിച്ചണ്ട ഓനെ കൊണ്ട്. പെണ്ണ് കെട്ടിയാണ് പോയിക്കണ വെച്ചിട്ട് കുട്ടികളെ നോക്കണോ എന്നുള്ളൊരു ചിന്തഗതിയൊന്നും ഇല്ലേ. തിന്നാനും കുടിച്ചാനും ഇല്ലായിട്ട് നോക്കായിട്ടുമല്ല. എന്നാലും ഓനൊന്ന് വരണ്ടേ. ഇവിടുത്തെ മൂത്ത മോനല്ലേ, എല്ലാവരും ചോദിച്ചൂലോനെ എന്താന്നില്ലേ ഇങ്ങനൊരു മാഞ്ഞാളം. ഓനെ ബിസിനസ് ഇങ്ങോട്ട് ചെയ്താൽ പൂതികൾ. ചെറുപ്പം മുതലേ ഒരു കച്ചവടക്കാരനാണ്. ചെറുപ്പത്തിൽ തന്നെ പെരയിൽ അതും ഇതും വെച്ച് കണ്ട് പീഡിയ വേണമെന്ന് മിഠായി വേണമെന്ന് കണ്ട് അവൻ്റെ ബാപ്പ അതൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ കച്ചവടം ചെയ്തു. ഒരു പൂതി അതിന് പൈസ ഇല്ലായിട്ടല്ല, അതിനൊരു പൂതി. ആ കച്ചവടം അങ്ങോട്ട് വളർന്ന് വലുതായി. ഇപ്പോൾ ബോംബെ പോയി കച്ചവടം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ 2-3 കട ഗൾഫിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ആവശ്യവും ഓനക്കില്ല. ഇപ്പോൾ അള്ള എത്തിച്ചിട്ട് റഹ്മത്ത് തന്നെയാണ് വർക്കത്തും. ഇപ്പോൾ ബോംബെ പോയി നിൽക്കേണ്ട ഒരു ആവശ്യം. എത്ര ദിവസമായി പോയിട്ട്? 1-2 ദിവസം എന്നല്ല. എന്താ ഇപ്പോൾ ഇങ്ങനൊരു കച്ചവടം? ശരിക്കും ഉമ്മ അത് പറയുമ്പോൾ ഷമ്മാസ് മുഖത്തേക്ക് നോക്കി. എന്താണ് അജ് നോക്കണത്? അതിൻ്റെ കാരണമല്ലേ ഇവിടെ? ഓനത് ദുബായിക്ക് ഉമ്മ ഇനി ചിലപ്പം ഗൾഫിലേക്ക്. പിന്നെ അവിടെ തന്നെ ഗൾഫിലേക്ക് പോവുക എന്താന്നില്ല. ഇവിടുത്തെ കാര്യം ഓൻ ചിന്തിക്കണ്ടല്ലോ, ഒന്നും അറിയണ്ടല്ലോ എനിക്ക്. ഓൻ അവിടെ പോയി നിന്നാൽ മതിയല്ലോ. കുട്ടികളെയും മക്കളെയൊക്കെ ഒന്നാണ് ഈ പൊമ്പറന്നോളം ആലോചിച്ചിട്ടാണ്. ഓള് നല്ല മട്ടത്തിലാണ്. ഇപ്പം കുഴപ്പമില്ലേനും. ഫസീലാൻ്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല. ഓള് കുറേയൊക്കെ റെഡി ആയിക്കണേ. പിന്നെ ഇവളെ കാര്യത്തിലാണ് റബ്ബേ എങ്ങനെയൊക്കെ നമുക്ക് നല്ല മട്ടത്തിൽ തിന്നാനും കുടിച്ചാനും കൊടുക്കുമ്പോൾ തിന്നൊരു ഭാഗത്ത് കെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മാണ്ട, എനിക്ക് മാണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റുക. കുട്ടികളെന്നുള്ളൂ ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ആകുകയാണ്. എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ വരികയാണ്. ഒച്ചപ്പാട് കേൾക്കാൻ എനിക്ക് കഴിയൂല. എന്താ പൈമലൊക്കെ നമ്മൾ പറയാം. പഠിച്ചോനെ ഏതായാലും കുട്ടികളെ ഒച്ച കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയല്ലേ. കാരണം കുട്ടികളെ നുള്ളോളി കേൾക്കുമ്പോൾ ഒന്നും കേൾക്കാൻ വയ്യില്ല. പിന്നെ ഈ പെണ്ണിനെ ഞാൻ എവിടേക്കേ പറഞ്ഞേക്കുക. സമീറ നെമ്പി മാപ്പി ഇല്ലാത്ത കുട്ടിയാണ്. ഓളെ നമ്മൾ ഏറ്റെടുത്ത് ഞാനാണ് ഓളെ കെട്ടിച്ചത്. അപ്പോൾ ഓളെ പ്രസവവും കാര്യം ഞാൻ തന്നെ നടത്തണം. കാരണം ഞാനായിട്ടാണ് ഇതിന് മുൻകൈ എടുത്തത്. അപ്പോൾ ഓളൊരു വൈക്ക് നല്ലൊരു വൈക്ക് പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടാകണ വരെ ഉസ്താദ് പറയായിട്ടൊന്നുമല്ല. ഉമ്മ ഞാൻ കൊണ്ടുപോയിക്കോളാം ഉമ്മ, ഇനി ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേക്കാരം, ഇവിടെ നിർത്തണ്ട ഷമീറാൻ ഞാൻ നോക്കിക്കോളാം എന്ന് ഉസ്താദ് പറഞ്ഞതേനു. പക്ഷെ നമ്മൾ കുറച്ചൊരു മനസ്സാക്ഷി വേണ്ട. ആ ഉസ്താദ് 5 നേരം പള്ളികൾക്ക് ബാങ്ക് കൊടുക്കാനും ഇതിനും പോകണം, പിന്നെ ഇമാമത്ത് നിൽക്കാൻ ഇതിനൊക്കെ പോണ ഉസ്താദാണ്. അപ്പോൾ ഈ 2 പിഞ്ച് മക്കളിട്ട് പോകണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഓൾക്ക് നീച്ച് മണ്ടാൻ കഴിയുമോ? അതാണ് പറഞ്ഞത്. അപ്പോൾ 40 കഴിയോളം ഇവിടെ നിന്നിട്ട് 40 കഴിഞ്ഞിട്ടാണ് പൊയ്ക്കോട്ടെ. പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് വിചാരിച്ചിക്കാണ്ട് യാതൊരു പ്രശ്നമില്ല. മൂപ്പരെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി ഉസ്താദ്മാരെ കല്യാണം കഴിച്ചാൽ ഒരു ഉസ്താദാണ് പറഞ്ഞത് ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചിട്ട് അവിടെ ഇരുന്നാൽ മതി. കാരണം എന്താ, എല്ലാ കാര്യവും ഓല് ചെയ്തു കൊടുക്കൂല, അല്ല ഇടങ്ങാറാക്കൂല. അങ്ങനെയാണ് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഉസ്താദിനെ കെട്ടിച്ചു കൊടുത്തതും. ഞാനിപ്പോൾ എൻ്റെ സാജിനെ കൊണ്ട് അങ്ങനെ ഒരു പൂതി ഉണ്ടേനു എനിക്ക്. സാജിനെ കൊണ്ട് ഒരു നല്ലൊരു ഉസ്താദിനെ കൊണ്ട് കെട്ടിച്ചാന്നൊക്കെ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അങ്ങനെ ഉണ്ടേനു. അതൊന്നും ഓൽക്കൊന്നും പറ്റും. എന്നാലും എൻ്റെ മരുമോ അൽഹംദുലില്ലാ നല്ലൊരു മരുമോ, ഉസ്താദിനെ പോലത്തെ ഒരു മരുമോ എനിക്ക് കിട്ടിയിരിക്കണ്. അതും അതന്നെ പറഞ്ഞത് കുറച്ച് മതപഠനം
മതപരമായ അറിവുള്ളവരെ കൊണ്ട് കുട്ടികളെ കെട്ടിച്ച ഓല് നന്നാവും. അല്ലാത്തോലോ എൻ്റെ റബ്ബെ ഓൽക്ക് ഒരു വേദനയില്ല. ഓലിപ്പോൾ പെണ്ണുങ്ങളെ വേലക്കാരിയാളന്മാർ അടുക്കളയിലേക്കാണ് തള്ളിക്കേക്കാരം. ഒന്നും സഹായിച്ചു കൊടുക്കാതെ ഡ്രസ്സ് വരെ ഊരിട്ടവിടെ കൊടുക്കും. പലരും അങ്ങനെ തന്നെയാണ്. പണി കഴിഞ്ഞ് വന്നുകാണ്ട് ഇനിയിപ്പോൾ എവിടെ പോയി വന്നാൽ അത് തിരുമ്പിക്കോ എന്ന് പറഞ്ഞാണ്ട് ഊരിട്ട് കൊടുക്കും. പക്ഷെ ഉസ്താദന്മാർ നല്ല മനുഷ്യന്മാരെ കൊടുക്കൂല. അതിന് നിർബന്ധമില്ലല്ലോ, ഭാര്യമാരെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. പിന്നെ സന്തോഷത്തോടു കൂടി ഓല് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഏതായാലും നമ്മൾ സെമീറാൻ്റെ ഉസ്താദ് നല്ലോണം അറിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഇടങ്ങാറാക്കൂല. എനിക്കറിയാം 40 കയ്യോളം ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ സൗദക്ക് കുട്ടികൾ ഒച്ചപ്പാട് കേൾക്കാൻ വയ്യ, അപ്പോഴത്തേന് ടെൻഷൻ വരികയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആയിട്ട്. അതാണ് ഞാൻ നവാസിനെ എങ്ങനെ വിളിച്ച് വരുത്തുന്നത്. ഓനിപ്പോൾ എവിടെ പോയി കിടക്കുക, വിളിച്ചിട്ടും കിട്ടണില്ല. ഒരു കഥ. ഉമ്മ നിങ്ങളൊന്നും മിണ്ടാതൊക്കെ പ്രസവിച്ച് കിടക്കണേ അവർക്കത് കേൾക്കുമ്പോൾ ഒരു എന്താ മോനെ ഞാൻ കാട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ പറ്റൂലല്ലോ. നല്ല മട്ടത്തിൽ നിൽക്കണം. എന്തോരം ഒരു റാഹത്തേക്കാരെല്ലാവരും കൂടി ഇവിടെ. മോനെ ഇജ്ജ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, റാഹില കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ഓൾക്കുള്ള പൈസ ഞാൻ കൊടുത്തോണ്ട് ഓളിപ്പോൾ നല്ലോണം എടുക്കുന്നുണ്ട്. നല്ലോണം അടിച്ചൊരു തുടക്കുന്നുണ്ട്, പാത്രം മോറുന്നുണ്ട്, മിറ്റടിച്ച് വരുന്നുണ്ട്, പിന്നെ കുറേയൊക്കെ ഓളും ചെയ്യുന്നുണ്ട്. അപ്പം നുസൈബാക്കും അതൊരു ആശ്വാസക്കാരൻ. ഇജ്ജ് പെട്ടെന്ന് അത് വിലക്കല്ലേ. ജമീല താത്താനെ വിളിച്ചേക്കണമെങ്കിൽ കുഴപ്പമില്ല. ജമീല താത്തക്ക് പയപ്പൊര വെയ്യേ. അതിനൊന്ന് എടുക്കുമ്പോഴത്തിന് കാലുവേദന, കൈവേദന. നമ്മൾ പിന്നെ പ്രായമായവരെ കൊണ്ട് ഇങ്ങനെ നിർത്താൻ പറ്റും. ഇതിനൊക്കെ കുറച്ച് ഉഷാറുള്ള പെൺകുട്ടികൾ തന്നെ വേണ്ടേ. എല്ലാത്തിനും ഇപ്പോൾ സൗദ ഉണ്ടെങ്കിൽ അതിനെ മതിയേന് രണ്ടാളും കൂടെ അങ്ങനെ എടുത്തതിന് ഓളെ കാക്കണ്ട. ഇജ്ജ് ദയവ് ചെയ്ത് നുസൈബാനെ ഇടങ്ങാറാക്കാൻ വേണ്ടി റായിലാനെ പറഞ്ഞേക്കല്ലേ ട്ടാ. അവിടെ നിന്നോട്ടത് എങ്ങനെ വെച്ചാൽ. ഉമ്മ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോണ്ട്. എന്താ ശ്രദ്ധിക്കണ്ടേ? ഞാൻ ശ്രദ്ധിച്ചോണ്ട്. അല്ലേ പറയാൻ പറ്റില്ല. പൊന്നാര മോനെ, നമ്മളെ മനസ്സിൽ അങ്ങനത്തെ ചിന്താഗതി ഒന്നും വരുത്തല്ലേ ജേ. ആ ഒന്നും വരൂല, ഒന്നും ഉണ്ടാവില്ല. അവിടെ നിന്നോട്ടെ ആ പെണ്ണേ. ആ പെണ്ണിനെ ഇടങ്ങാറാക്കല്ലേ ഇജി. നുസൈബാനെ നുസൈബാക്കാണ് നിൻ്റെ ഇടങ്ങാറേ. അതാണ് പാവ. ആ പെണ്ണ് അതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചണ് കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലേതും എനിക്കിപ്പോൾ പഴയ മാതിരി മണ്ടി പയ്യാനൊന്നും വെയ്യല്ലോ എത്തിപ്പെടാനോ. എന്നാലും എന്നെക്കൊണ്ട് കഴിയണ മാതിരി ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇജ് റാഹിലാൻ ദയവായി ഇജ് പറഞ്ഞേക്കല്ല, അവിടെ നിന്നോട്ടെ. എന്നാൽ റാഹിലയിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ശരിക്കും അവളൊരു പാവമായിരിക്കുന്നു. അവൾ അവിടുത്തെ ജോലികളെല്ലാം കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വല്ലാത്ത രീതിയിൽ സ്വാതന്ത്ര്യത്തോട് അകത്തേക്കൊന്നും വരുന്നില്ല. പണി കഴിഞ്ഞ് അടുക്കളയിൽ തന്നെ അവൾ ഇരിക്കുമ്പോൾ ഉമ്മ പറയും, മോളെ എന്തിനാ ഇവിടെ ഇരിക്കണേ, അവിടെ റൂം ഒഴിഞ്ഞ് കിടക്കണ്ടല്ലോ, എനിക്ക് അവിടെ പോയി കിടന്നൂടെ കുട്ടിയെ. ഉമ്മ ഞാൻ എന്നാൽ 2 ദിവസമായിട്ട് റാഹിൽ ഇപ്പോൾ അവിടെ തന്നെയാണ്. എന്നാൽ ഷെറീനയുടെ മനസ്സിൽ മറ്റോള് പോയിക്കണ കുട്ടിനെ കാണാൻ അവിടെ പാർപ്പേർത്തി നിൽക്കാൻ പോയതാ തോന്നുന്നുണ്ട്. സമീറാൻ്റെ പാർപ്പേർത്തി റാഹില. നാസറേ, എടാ നാസറേ. എന്താ? അതേ, ആ ഉളുപ്പില്ലാത്ത റാഹിലേ എൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളെ പാർപ്പേർത്തിയായി നിൽക്കാൻ പോയിക്കണേ. ഉളുപ്പുണ്ടോ ഓൾക്ക്? ഓളങ്ങോട്ട് വരട്ടെ, അവളെ കാട്ടി കൊടുക്കാം. ഓൾക്ക് ഉളുപ്പില്ലെങ്കിൽ ഓള് ഞങ്ങോട്ട് കയറും വേണ്ട. എൻ്റെ വീട്ടിൽ കണ്ട് കയറട്ടെ ഓള്. ശരിക്കും നാസറിനെ നല്ല രീതിയിൽ അതാ മൂച്ച് കയറ്റി കൊടുക്കുന്നുണ്ട് ഷെറീന. എന്താന്നില്ല എത്രയും ഒരു മാനം കെട്ടൊരു വർഗം. എന്താന്നില്ല അവിടെ പോയിട്ട് ഓളിപ്പോൾ അവിടുത്തെ പാത്രം കഴുകാൻ പോയിക്കാണ്. സമീറ പെറ്റെടുക്കണ പെണ്ണിൻ്റെ ഇത് കഴുകാനും നടക്കുകയും. എന്താന്നില്ലേ ഇത്രയും ഉണ്ടാവില്ല വൃത്തി കെട്ടൊരു സാധനം. നാത്തൂനാണ്. നാത്തൂനെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ ഓളെടുത്തേക്ക് തന്നെ പോയിക്കാണ്. നാണില്ലല്ലേ നാസറേ എനിക്ക്? ശരിക്കും നാസറിന് ദേഷ്യമാണ് വന്നത്. അവളിങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ കാട്ടിക്കൊടുക്കാം. അവളെ ഞാൻ ഇജ് എനിക്ക് അതന്നെ ഉള്ളൂ. അജ് ഓരോന്ന് കള്ളും കുടിച്ച് വരും, ഓരോ മയക്കുമരുന്നിനും പെട്ടുകൊണ്ട് വരും. പിന്നെ ഇപ്പം എന്താ കാട്ടുക? അല്ല പിന്നെ എനിക്ക് പിന്നെ ഒരു കാര്യത്തിന് ഓള് വിളിച്ചിട്ട് ഞാൻ ഓളോട് പറഞ്ഞു നമുക്ക് ആ തുണിക്കടയിലേക്ക് പോയി നോക്കുക, അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കും 2 എടുക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ താത്ത ഞാൻ ഒരു പണിക്കും ഞാനില്ല, ഞാൻ ഈ പണിയെടുക്കണേ അധ്വാനിച്ച് ആ പൈസക്ക് ആണ് ഞാൻ എന്തേ വാങ്ങുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഒരു പരിപാടിക്കും ഞാനില്ല. എന്നാലും ഇപ്പോൾ ഒന്നുമില്ല, നല്ല പണക്കാരെ വീടിൻ്റെ അതിലൊക്കെ ഒന്ന് നടന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും, കിട്ടായൊന്നുമില്ല. അതിന് ഓള് വരണ്ടേ ഇപ്പോൾ? ഓളിപ്പോൾ നമ്മളതൊക്കെ മറ്റേത് കുറേ സ്വർണ്ണവും അതും ഇതൊക്കെ കിട്ടീനും ഒക്കെ പോയി. ഇപ്പോൾ ഓള് നന്നാവാൻ നടക്കുകയാണ്. എന്താന്നില്ലേ ഓളിപ്പോൾ പുത്തൻ വീട് തറവാട്ടത്തെ അവിടുത്തെ ആളയക്കണ്. അതിൻ്റെ ഇടയിൽ കൂടെ റാഹിലല്ലേ കക്കാതിരിക്കൊന്നുമില്ല. ഓൾ ആന കള്ളത്തിയാണ്. ഓളാണ് ഒക്കെ കട്ടെടുത്തത്. ഞാൻ പറഞ്ഞിന് ഓളോട് പോയി നോക്ക്, ഐഷുമാൻ്റെ റൂമിൽ പോയിക്കാണ്ടേ അതൊക്കെ കട്ടത് ഓളാണ്, സംഭവമൊക്കെ എടുത്തത് ഓൾ തന്നെയാണ്. എന്താന്നില്ലേ
ഓലിങ്ങോട്ട് വിശ്വസിച്ചോളം നിർത്തട്ടെ. പറഞ്ഞു കൊടുക്കണം ഉമ്മാനോടൊന്ന് വിളിച്ചുകാണ്ട് റായിലെ കള്ളത്തിയാണ് അവിടുന്ന് ഒഴിവാക്കി വിടണം എന്നുള്ളത്. സ്വന്തം ജ്യേഷ്ഠത്തിൽ തന്നെ അനിയത്തിക്ക് പാരിയാവുകയാണ് ചെയ്യുന്നത്. ഐഷുമ്മയുടെ വിചാരം ഇതാണ്, ആരെങ്കിലൊക്കെ രക്ഷപ്പെട്ട് പോട്ടെ മക്കളെ, നമ്മൾ കൊടുക്കണ അന്നം കൊണ്ട്, നമ്മൾ കൊടുക്കണതല്ല പടച്ചോൻ തരുന്ന അന്നം കൊണ്ട് ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതന്നല്ലേ ഏറ്റവും വലിയ ഉപകാരം. അല്ലാതെ നമ്മൾ കുറേ തിന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊന്നും ഞമ്മക്ക് മക്കളെ കൊണ്ടാൻ പറ്റൂല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തേക്കണമെങ്കിൽ, ആർക്കെങ്കിലും സഹായം കൊടുത്തേക്കണമെങ്കിൽ മാത്രം അത് ഇവിടെ എഴുതപ്പെടും. അല്ലാതെ നമ്മൾ വലിയ ബംഗ്ലാവ് ഉണ്ടായിട്ടോ വലിയ കാറ് വാങ്ങിയിട്ടോ കുറേ സ്വത്തും മുതലും സമ്പാദിച്ചിട്ടൊന്നും നമുക്ക് ഉപകാരപ്പെടൂല. ഒരാൾക്ക് എന്തെങ്കിലും മനസ്സറിഞ്ഞ് കൊടുത്തോ അതുണ്ടാവും. ബിസ്മിൻ ചൊല്ലി കൊടുത്താൽ അതവിടെ രേഖപ്പെടുത്തും. നമ്മളെ ഖബർക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ വിഷമഘട്ടത്തിൽ ഇങ്ങോട്ട് കയറി വന്നാൽ ആയുഷ്യം അതുവരെ ആരും ഇറക്കി വിട്ടിട്ടില്ല. ഓൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മളെ മനസ്സ് നിറഞ്ഞ് പഠിച്ചവനെ നീ സ്വീകരിക്കേ. ഇതിപ്പോൾ ആ റായിൽ അങ്ങനെ ചോദിച്ചു വന്നാണ്. ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം, ഞാൻ ഇവിടെ പണി എടുത്തോളാം, എന്തെങ്കിലുമൊക്കെ ഒരു പണിൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അല്ലാതെ അപ്പോൾ പിന്നെ വേറൊരു പുറത്തുനിന്ന് ഒരാളെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം നമുക്ക് മാണ്ടമാരി. ഷാമോനെ ഉമ്മ വിളിച്ചു. ആ ഉമ്മ, ആ പിന്നെ മുടിയാഴ്ചൻ്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യണം. ഇജ്ജ് ഉസ്താദിനോട് നിന്നിട്ട് വരാൻ പറഞ്ഞാൽ ഉസ്താദിനൊന്ന് വിളിച്ചു നോക്കാം. ആ ആയിക്കോട്ടമ്മ. ഹലോ ഉസ്താദേ, നിങ്ങൾ ഉമ്മ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആയിക്കോട്ടെ. എന്താ ഷാമോനെ പ്രശ്നം എന്തെങ്കിലും? അതൊന്നല്ല, ഒരു മുടികളച്ചിൻ്റെ ഒരു അല്ല ഷാമോനെ, അതിപ്പോൾ ഞാൻ നടത്തുന്നതല്ലേ. എൻ്റെ മക്കൾ മുടികളച്ചിലാവുമ്പോൾ ഉസ്താദേ, ഉസ്താദിൻ്റെ മക്കൾ മാത്രമല്ലേ നമ്മളുടെയൊക്കെ മക്കൾ തന്നെയല്ലേ, എൻ്റെ പെങ്ങളെ കുട്ടികളല്ലേ, ഉമ്മാൻ്റെ പേരക്കുട്ടികളല്ലേ. ശരിയാണ് ഷാമോനെ, എങ്കിലും അല്ല നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒന്നുമില്ല. ഉമ്മാക്ക് അതിന് മേലെ സന്തോഷം. ഇപ്പം എന്താ ഉമ്മാക്ക് എന്താ, ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കണം, എല്ലാവരെയും വിളിച്ച് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം, അതുപോലെ തന്നെ പൈസ കൊടുക്കണം. അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ആയിക്കോട്ടെ ഷാമോനെ, ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അതാ ഉസ്താദും എത്തി. അന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് നേരെ ഉസ്താദ് വന്നത് അതാ പുത്തൻവീട് തറവാട്ടിലേക്കായിരുന്നു. പ്രഭാതത്തിൻ്റെ മൃദുവായ വെളിച്ചം വീടിൻ്റെ മുറ്റത്തേക്ക് പതിയുമ്പോൾ ആ വീട്ടിൽ എല്ലാവരും നേരത്തെ തന്നെ അവിടെ ഹാജരായിരുന്നു. ഷാമോനെ അതുപോലെ നവാസിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അത് ഉമ്മാക്ക് നല്ല പരിഭവമുണ്ട്. മോനെ ഒന്നും കൂടി വിളിച്ച് നോക്ക്. ഉമ്മ ഞാൻ വിളിച്ച് കിട്ടിയിട്ടില്ല. അല്പം ഷമ്മാസ് ഗൗരവത്തോടെയാണ് ആ കാര്യം പറഞ്ഞത്. അങ്ങനെ അതാ ഉസ്താദ് വരുന്നു. അല്ലാ ഉസ്താദ് വരുന്നു. മോളെ നുസിയേ, ആ ഉമ്മ ചായ എടുത്തുവെച്ച മോളെ, ഉസ്താദ് വരുന്നുണ്ട്. ഷാമോനെ ഉസ്താദിനോട് ഇരിക്കാൻ പറയട്ടോ. അങ്ങനെ അത് അപ്പോഴേക്കും നുസൈബ ചായയും കടിയുമെല്ലാം എടുത്തു, റാഹിലയും കൂടി കൊടുത്തു. അങ്ങനെ അവർക്കുള്ള ചായ വെച്ചു കൊടുത്തു. ചായ കുടിയെല്ലാം കഴിഞ്ഞു. വീട്ടിലാകെ സന്തോഷത്തിൻ്റെ തിരക്ക് നിറഞ്ഞതുപോലെ. ഐഷമ്മയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഐഷമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കി. ഇന്നു മുതൽ ഓരോ കാര്യവും ക്രമമായി ചെയ്യണം. അതിഥികൾ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നണം. ഷമ്മാസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ ഇത്രയും വർഷം ഈ വീട്ടിൽ കാത്തിരുന്ന സന്തോഷമല്ലേ ഇത്. കഴിയുന്നത്ര ഭംഗിയായി നടത്താം. ഒരു കുറവും വരുത്തണ്ട. ആയിഷമ്മയുടെ മുഖത്ത് സംതൃപ്തി തെളിഞ്ഞു. അൽഹംദുലില്ലാ. എന്നാൽ അകത്ത് സമീറ രണ്ട് കുഞ്ഞുങ്ങളെയും അരികിലിരുത്തി പതുക്കെ സംസാരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ പേരിടുന്ന ദിവസത്തിനാണ് എല്ലാവരും ഈ കാത്തിരിക്കുന്നത്. രണ്ട് കുഞ്ഞുങ്ങളും ഉമ്മയുടെ ശബ്ദം കേൾക്കുന്ന പോലെ അവളെ നോക്കി. ആ കാഴ്ച കണ്ട് റുക്യാത്ത് ചിരിച്ചു. എൻ്റെ പൊന്നാര മോളെ, ഓൾക്ക് മനസ്സിലായി തുടങ്ങിക്കിട്ടാ അമ്മാൻ്റെ ഒച്ചക്ക. അവർക്ക് ഇപ്പോഴേ ഉമ്മയുടെ ശബ്ദം തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു മോളെ. സമീറയും ചിരിച്ചു. അവരെ നോക്കിയിരിക്കുമ്പോൾ ലോകം മുഴുവനും മറന്നു പോകുന്നു. അപ്പോഴേക്കും ഉസ്താദ് ഒരു ചെറിയ നോട്ട് പുസ്തകവുമായി അകത്തേക്ക് വന്നു. ഷമ്മാസ്, അതിഥികളെ പട്ടിക ഒന്ന് തയ്യാറാക്കാം അല്ലേ? ഷമ്മാസ് ഉടൻ അടുത്തിരുന്നു. ഉസ്താദെ, ആരെയും വിട്ടുപോകരുത്. പിന്നെ നമ്മുടെ പള്ളിയിലുള്ള ആളുകളുടെ ഏകദേശ കണക്കൊക്കെ ഉസ്താദിന് അറിയില്ലേ? ആ കുറേയൊക്കെ. പിന്നെന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് എഴുതാൻ തുടങ്ങി. ആദ്യം അടുത്ത ബന്ധുക്കളിൽപ്പെട്ട എല്ലാവരുടെയും പേരുകൾ ഷമ്മാസിനോട് എഴുതുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പിന്നെ അയൽവാസികൾ. അതിനിടയിൽ ആയിഷമ്മ പറഞ്ഞു, പൊന്നാര മക്കളെ, പള്ളിയിലെ ഇമാമും മുഅദ്ദിനും മദ്രസയിലെ കുട്ടികളും ദർസിലെ കുട്ടികളും മറക്കല്ലിട്ടോ. അതാണ് നമുക്ക് ദുആക്ക്
ഇജാബത്ത് കിട്ടല് ഓല കൈകൾ കൊണ്ടുള്ള ദുആ കൊണ്ടാണ്. മുത്തകല്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ദീന് പഠിക്കണോല് എന്ന് പറഞ്ഞാലേ ചില്ലറല്ല മക്കളെ. ഓല് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് അള്ളാഹു അത് വേഗം സ്വീകരിക്കേ. അവരെ മറക്കല്ലിട്ടോ, മദ്രസത്തെ പിഞ്ചു മക്കളെയും മറക്കല്ലിട്ടോ. ആവശ്യമ്മ ഇടയിൽ അത് കയറി പറഞ്ഞപ്പോൾ ശരിക്കും ഷമ്മാസ് ഒന്ന് ചിരിച്ചു. എൻ്റെ ഉമ്മ ഏതായാലും പള്ളിയും മദ്രസും ദർസും വിട്ടുള്ള കളി ഉമ്മാക്കില്ല. മോനെ അതില്ല ഞാൻ പറ്റും റബ്ബേ. റബിയുൽ ഈ വരുന്നത് റഹ്മാനെ. ഇനി 10-58 ദിവസം ഉള്ളൂ. ഷാമോനെ എനിക്ക് എന്തോ ഒരു സന്തോഷമാണ് നബിദിനം വരിക എന്ന് പറയുമ്പോഴേ. ഉമ്മ ഇത് കഴിഞ്ഞിട്ടാണ് നബിദിനം, ആദ്യം ഇത്. ഉമ്മാക്ക് അതൊക്കെ വലിയൊരു തൃപ്തിയുള്ള കാര്യമാണ് ഉസ്താദേ. ശരിക്കും ഉസ്താദിൻ്റെ മനസ്സ് നിറഞ്ഞു. മക്കളെ, നമ്മളെ വീട്ടിൽ സന്തോഷമുള്ള ദിവസം വരുമ്പോഴേ എല്ലാവരും ഒത്തുകൂടണം. അതാണ് എൻ്റെ മനസ്സിലത്തെ സന്തോഷം. ഉസ്താദ് തലകുലിക്കും. ഉമ്മയുടെ ആഗ്രഹം അതുപോലെ തന്നെയാണല്ലോ, അതുപോലൊക്കെ നടക്കട്ടെ. അതെ ഉമ്മ, സന്തോഷം പങ്കിട്ടാൽ മാത്രമേ അത് കൂടുതൽ അനുഗ്രഹമുള്ളൂ. നമുക്ക് അള്ളാഹു നൽകിയ സന്തോഷത്തിന് നമ്മൾ അതിന് നന്ദി പ്രകടിപ്പിക്കണമല്ലോ. പൊന്നാര മോനെ, അപ്പം എല്ലാ കണക്കും കാര്യങ്ങളൊക്കെ അത് എടുത്തട്ടോ. ഒരാളെയും നമ്മൾ ഒഴിവാക്കരുത്. നമ്മളെ ശത്രുക്കളാണെന്നോ മിത്രങ്ങളാണെന്നോ അല്ലെങ്കിൽ ബന്ധുക്കളോ അയൽവാസികളോ ആരായാലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ എല്ലാവരെയും നമുക്ക് വിളിച്ചു കൂട്ടണം. അത് നല്ലൊരു പ്രവൃത്തിയാക്കി മാറ്റണം. ആ കുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഹൈറും ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. എന്നാൽ അത് നല്ല രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐഷുമ്മയും ഷമ്മാസും അതുപോലെ തന്നെ ഉസ്താദും എല്ലാവരും കൂടി. എന്നാലും എൻ്റെ നവാസ് ഇങ്ങോട്ട് എത്തിയിരല്ല, വല്ലാത്തൊരു പുതുമന്നെ. പെട്ടെന്നാണ് ഫൈസൽ വിളിച്ചത്. ഹലോ മോനെ. ആടാ, മുടിയാഴ്ചയുടെ ചർച്ചയിലാണേ. അല്ല ഇങ്ങോട്ട് എത്തുമോ? ഇല്ലേ? അത് ശരി. നവാസ് ഏതായാലും ഇല്ല. അപ്പോൾ ഇജെങ്കിലൊന്നുകൊണ്ട് പോര് എന്ന് വിചാരിച്ചിട്ട്. ആയിക്കോട്ടെ, പറ്റുകയാണെങ്കിൽ വാട്ടാ. ഇതിപ്പം ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി ഉള്ളല്ലോ. ആയിക്കോട്ടെ, 7-ന് കളയാന്നാണ് വിചാരിച്ചത്. ആയിക്കോട്ടെ മോനെ, എന്നാൽ ശരി. ഉമ്മ ഫൈസൽ ഫൈസലിന് പോരാൻ പൂതിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മറ്റേത് നിക്കാഹിന് അങ്ങോട്ട് നമ്മളെല്ലാവരും ചെല്ലും വിചാരിച്ച് നിന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആയപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ലല്ലോ. ഇനി ഓലോട് ഇങ്ങോട്ട് വരാൻ പറ. അല്ല അപ്പോൾ എന്താ കാട്ടണം? അവിടെ പോയി നിക്കാഹിച്ചിലും കല്യാണം ഒന്നും നടക്കൂല. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ തന്നെ നടക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്താണെന്നോ അതിപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോകാനൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇട്ട് എങ്ങനെ പോയാൽ സമാധാനം ഉണ്ടാവും? ഇവിടെ അങ്ങോട്ട് പോന്നോട്ടോ. ഇപ്പോൾ ഇവിടുന്ന് പോയത് തന്നെയല്ലേ, ബിസിനസ്സിന് വേണ്ടി അങ്ങോട്ട് പോയതല്ലേ. ഇനി ഇവിടുന്ന് നിക്കാഹ് കഴിച്ചിട്ടാണ് പോയിക്കോട്ടെ. ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. നിക്കാവും കല്യാണമൊക്കെ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ. അത് ഇരിക്കാറ് നല്ലത്. ഞാൻ ഇനിയിപ്പോൾ അത് പറയണം, ഓനോട് അത് പറയാൻ നിൽക്കുകയാണ്. അല്ല ഇനി എന്നെക്കൊണ്ട് ഇപ്പോൾ ദുബായിക്ക് അങ്ങോട്ട് കെട്ടിയടിച്ച് പോകാനൊന്നും കഴിയൂല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിനു. അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാ പോവുക? സൗദാണെങ്കിൽ ഒരു മൂലക്കിൽ ഇങ്ങനെ, ആ കുട്ടീനാണെങ്കിൽ അങ്ങനെ നുസൈബാൻ്റെ പഠിത്തം എല്ലാം കൂടി ഇട്ടെറിഞ്ഞാണ്ട് പോകാൻ കഴിയുമല്ലോ. ഇങ്ങോട്ട് വരട്ടെ. ഇവിടുന്ന് നമുക്ക് വലിയ നിക്കാഹും കല്യാണമൊക്കെ ഉണ്ട് കഴിച്ചാൽ അതേക്കാരം നല്ലത്. നവാസൊന്ന് വന്നിക്കണമെങ്കിൽ ആ കുഞ്ഞൂൻ്റെ നിക്കാണ്ട് കഴിച്ചേനു. മിസിരിക്ക് ഓനോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഒരു തമ്മിൽ ഓർക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് കഴിച്ചേനു. ആയിഷുമ്മ ഓരോന്ന് ചിന്തിക്കുകയാണ് അതിനെക്കുറിച്ച്. ഷാമോനെ, ഞമ്മക്ക് ഓനെ നിക്കാഹണ്ട് കഴിച്ചിടേനെന്നാലേ ഉമ്മ. നവാസ് എത്തിക്കോട്ടല്ലേ, എന്നിട്ട് മതി. ഓനിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അളിയൻ്റെ അല്ലേ കയ്യോളൂ. മറ്റോന് പിന്നെ ആദ്യം കഴിഞ്ഞതല്ലേ. നവാസ് എത്തിക്കോട്ടെ, എന്നിട്ടാക്കാം. ബേജാറൊന്നും ഇല്ലല്ലോ. ഏതായാലും അപ്പോത്തിന് ഓളോടെ ഫസീലാൻ്റെ അടുത്ത് നിന്നും ചെയ്തോട്ടെ. ഓൾക്കൊരാളേക്കാണ്ട് ഒന്ന് ശീലാനും നല്ലതാണ്. പിന്നെയെന്ന് വെച്ചാൽ കുഞ്ഞു അത്ര കുഴപ്പക്കാരനൊന്നല്ല. ഓൻ്റെ ഇപ്പോൾ നിർത്തി അരച്ച് കണ്ട് ഒരു പേടിയും പേടിച്ചല്ല ഇവിടെ. ഓനിപ്പോൾ നേരം വെളുത്ത ഷോപ്പിക്ക് പോകും, രാത്രി തിരിച്ചു വരുള്ളൂ. ആ പേടിയും ബേജാറൊന്നുമില്ല. എന്നാൽ ഈ സമയം കുഞ്ഞുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതെ മിസ്രിയെ നിക്കാഹ് കഴിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരാൾ വന്ന അജ്ഞാത കോള്. അത് തൻ്റെ കൂട്ടുകാരൻ സയ്യിദിനോട് പറഞ്ഞപ്പോൾ അല്പം ഒരു ആശ്വാസം തോന്നി. സയ്യിദ് അവനെ ആശ്വസിപ്പിച്ചു. എടാ, അങ്ങനെ പലരും ഉണ്ടാവും. അതായത് നമ്മൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച കുട്ടികളെ തന്നെ കണ്ടുവെച്ച ചിലവരുണ്ടാവും. പക്ഷെ അവർ വേറൊരു മൈൻഡിലായിരിക്കും കാണുക. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട് കുട്ടിയുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. കുട്ടിയോട് ചോദിക്കണം, നിനക്ക് ആരെയാണ് ഇഷ്ടം, ഇതിന് മുമ്പ് ആരുടെ ഇഷ്ടം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റാഹത്തോടു കൂടി കല്യാണം അങ്ങോട്ട് നടത്താം. എന്തേ? സയ്യിദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവന് ആശ്വാസമാണ് തോന്നിയത്. എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാട്ടിൽ ഐഷുമ്മ പറഞ്ഞു, പൊന്നാര മോനെ, ആരോടും വിളിച്ചൊന്നും പറയണ്ട കേട്ടാ. നമുക്കിതിപ്പോൾ നേരിട്ട് തന്നെ പോയി വിളിക്കുക നല്ലത്.
ഉമ്മ എന്നാ പിന്നെ ക്ഷണക്കത്ത് അടിക്കാൻ കൊടുക്കായിരിക്കും നല്ലത്. എന്നാ പിന്നെ ഉസ്താദിന് തന്നെ സന്തോഷമായി. വൈകുന്നേരമായപ്പോഴേക്കും അതാ ക്ഷണക്കത്തുകൾ അടിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അത് പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്തു. ഉസ്താദും ഷമ്മാസുമായിരുന്നു പോയത്. എന്നാൽ ഓരോ വീട്ടിലും ഷമ്മാസും ഉസ്താദും പോയിട്ട് അതാ ക്ഷണിക്കാൻ അവർ തീരുമാനിച്ചു. മുടികളച്ചിലിന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് അക്കീക്ക സെറിമണിയിലേക്ക് എല്ലാവരെയും സ്വീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കത്തായിരുന്നു റെഡിയാക്കിയിരുന്നത്. ആദ്യ വീട്ടിൽ കയറിയപ്പോൾ അവർ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാ മറ്റന്നാളെന്ന് വെച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം. ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇരട്ട മക്കളുടെ അക്കീക്കയും പേരിടൽ ചടങ്ങുമാണ്. തീർച്ചയായും കുടുംബസമേതം എല്ലാവരും വരണം. വീട്ടുകാർ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. ഇൻഷാ അല്ലാ ഞങ്ങൾ വരും. അങ്ങനെ വീടുകൾ കയറി അവർ എല്ലാവരെയും ക്ഷണിച്ചു. ആ വാർത്ത കേട്ടവർ ഓരോരുത്തരും പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹു കുട്ടികളെ നന്മയിൽ വളർത്തട്ടെ. ഉസ്താദും ഷമ്മാസും അവരെ കൊണ്ട് കഴിയുന്നത്ര വീടുകളിലെല്ലാം പോയ വീടുകളെല്ലാം അവർ പ്രത്യേകം നോട്ട് ചെയ്തു. കാരണം ഒരാളെയും മറക്കാൻ പാടില്ല, വിടാൻ പാടില്ല. എന്നാൽ ഒരുവിധം വീടുകളിൽ അന്ന് ഏകദേശം കുറേ വീടുകളിൽ അന്നെത്തി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉസ്താദ് അതാ സമീറയുടെ റൂമിലേക്ക് കടന്നു. സമീറ കുഞ്ഞുങ്ങളെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദ് അങ്ങോട്ട് വന്നത്. ഷെമി, ഇക്ക എന്തായി? ഒരുവിധമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് എത്രയോ പറയാൻ. അവൾ അദ്ദേഹത്തെ നോക്കി. അവളുടെ കണ്ണുകളിൽ നന്ദിയുടെ തിളക്കം. ഇക്ക, അൽഹംദുലില്ലാ, എനിക്ക് ഇതിലധികം എന്താണ് വേണ്ടത്? അള്ളാഹു എന്നെ ഒരു ഉമ്മയാക്കി. ഇന്ന് എൻ്റെ മക്കളുടെ പേരിടൽ ദിവസത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉസ്താദ് മൃദുവായി പറഞ്ഞു. ഓരോ അനുഗ്രഹത്തിനും ശുക്ർ പറയുമ്പോൾ അള്ളാഹു അനുഗ്രഹം വർദ്ധിപ്പിക്കുമെന്ന് അവൻ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സമീർ കൈകൾ ഉയർത്തി. അൽഹംദുലില്ലാ യാ റബ്ബേ, ഈ സന്തോഷം എന്നും ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. ആയിഷമ്മയും റുക്യാത്തയും ഷമ്മാസും ഒരുമിച്ച് പറഞ്ഞു ആമീൻ. ആ രാത്രിയിൽ ആ വീട്ടിൽ ഉറങ്ങാൻ പോയ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. അതെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് 2 ദിവസം കഴിഞ്ഞാൽ വളരെയധികം മനോഹരമായൊരു ദിവസമാണ് വരുവാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഉമ്മയുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമായിരുന്നു. പഠിച്ചവനെൻ്റെ നവാസ് ഒന്ന് വന്നെങ്കിൽ, ആ ചിന്ത മാത്രമായിരുന്നു ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ കുട്ടിയും കൂടെ ഒന്ന് വന്നിക്കണമെങ്കിൽ എനിക്ക് മനസ്സൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എൻ്റെ ഫൈസലിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര പൊറുതികളില്ല. കാരണം ഓലിപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത്ര ഇടങ്ങാറ് തോന്നുന്നില്ല. എൻ്റെ നവാസിൻ്റെ കാര്യത്തിലാണ് റബ്ബേ എനിക്ക് ഇടങ്ങാറ്. എൻ്റെ കുട്ടി എവിടെയെന്നാവല്ല. അതെ, ഐഷമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചവൻ എൻ്റെ കുട്ടീനെ ചെന്ന് കാട്ടിക്കൊണ്ടല്ല. എന്നിട്ട് വേണം ആ കുഞ്ഞുവിൻ്റെ നിക്കാഹ് ഒന്ന് നടത്താൻ. ആ മിസിരി പെണ്ണിനെ ഇപ്പോൾ ആ കോലത്തിൽ അവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ. എന്താന്നാവും റബ്ബേ പഠിച്ചവനെ. എൻ്റെ കുട്ടി ഇങ്ങോട്ടൊന്ന് എത്തിക്കിട്ടിയാൽ എനിക്ക് കുഞ്ഞുവിൻ്റെയും മിസിരിൻ്റെയും കല്യാണം നിക്കാഹും നല്ല മട്ടത്തിൽ റാത്തോട് കൂടിയാണ് കഴിച്ചേനു. എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. മറ്റേതിപ്പോൾ ആ പാവം പെൺകുട്ടിനെ അവിടെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും ഇപ്പോൾ ഒരു ഇടങ്ങാറല്ല ഇപ്പോൾ അത്. ഇനിയിപ്പോൾ കുഞ്ഞൂനാണ്ട് ഹലാലാക്കി കൊടുത്താലിപ്പോൾ ഏതായാലും അത് വല്ലാത്തൊരു സമാധാനം തന്നെയാണല്ലോ. എന്നാൽ ഈ സമയം അതാ ഉമ്മ നേരെ അതാ ഫസീലക്ക് വിളിക്കുന്നു. ഫസീലയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മച്ചി, ഇത് ഫോണ്. ഹലോ മോളെ ഫസിയെ. ആ ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എടി നവാസ് എങ്ങാനും വിളിച്ചീനാ? ഇല്ല ഉമ്മ, വിളിച്ചിട്ടില്ല. പിന്നെ എപ്പോഴും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ വിളിക്കാൻ നിന്നിട്ടില്ല ഉമ്മ. ഉമ്മാക്ക് വിളിച്ചിരുന്നോ? ഇല്ല മോളെ, വിളിച്ചിട്ട് ഞാനൊന്ന് വിളിച്ചു നോക്കിയാൽ നമ്പർക്ക് വിളിച്ചിട്ട് കിട്ടണില്ല. ഉമ്മ അങ്ങനെ വിളിക്കരുത് പറഞ്ഞതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പേടിയാണ് ഉമ്മ. മോളെ ഞാൻ പറയാം, ഇപ്പോൾ ഇനി മറ്റന്നാളാണ് ഇപ്പോൾ നമ്മളെ മുടിയാഴ്ചയിൽ. മുടിയാഴ്ചയിലിനിപ്പോൾ ഞാൻ പറയും നവാസ് ഇങ്ങോട്ട് എത്തിക്കണമെങ്കിലേ ഞമ്മക്കിപ്പോൾ ആളുകൾ പിരിണീൻ്റെ മുമ്പേ നമുക്കൊരു നിശ്ചയം കൂടി ഉണ്ടാക്കിയതിന് കുഞ്ഞുവിൻ്റെയും ഇവളെ മിസിരിൻ്റെയും. ഉമ്മ എന്താടി? അല്ല ഒന്നുമില്ല, കുഞ്ഞിപ്പോൾ എന്തെന്നറിയില്ല, ഓനിങ്ങനെ വിട്ടു കഴിഞ്ഞ് നടക്കണം. എന്ത് ചോദിച്ചിട്ടൊരു പറയണില്ല. അതെന്തേ? പഠിച്ച റബ്ബേ, ആ പെൺകുട്ടീനെ മനസ്സിൽ പോനുണ്ടാവട്ടെ. നമ്മളൊക്കെ പറഞ്ഞ് പൂതി എപ്പിച്ചിക്കണിഞ്ഞ് മാറ്റം വരുത്തല്ലേ മക്കളെ. അതാണ് നടത്തി കൊടുക്കണം വേണ്ടത്. നമ്മളിപ്പോൾ അങ്ങനെ കാട്ടിയാലെങ്ങനെ? അതെന്തേ ഓൻ അങ്ങനെ പറഞ്ഞേ? ഓനോടൊന്ന് വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയട്ടാ. ഒന്നേ ഉമ്മാൻ്റെ അടുത്തേക്കൊന്ന് വരാൻ പറയും കുഞ്ഞുവിനോട്. ഐഷുമ്മ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓൻ വരാക്കൂല.
കാരണം നമ്മളൊക്കെ അങ്ങനെ അന്ന് തെറ്റിപ്പെരി നിന്നതിൻ്റെ സമയത്തൊക്കെ ആ കുട്ടീൻ്റെ അടുത്തൊക്കെ പെരുന്നാക്കൊക്കെ വന്ന് എനിക്ക് വലിയ കാര്യമാണ് ഓനെ. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വരാൻ പറയും കുഞ്ഞുവിനോട് ഇട്ടാ. നമുക്ക് ഇതിൽ കൂടെ നിശ്ചയം ആക്കി കഴിഞ്ഞാലേ അപ്പോൾ ഇനിയിപ്പോൾ ഓൻ ഉസ്താദിനെ ഒന്ന് വിളിച്ചോ ആഫി ഉസ്താദിനെ വിളിച്ചോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. നവാസ് ഒന്ന് വന്നെങ്കിലല്ലേ, ഓൻ വന്നൊക്കെയാണെങ്കിൽ ഇത് കൂടെ എന്തോ ഒരു സന്തോഷം. എനിക്ക് എൻ്റെ മനസ്സത്തെ ഒരു ആഗ്രഹമാണ് ഈ മുടിയാഴ്ചൻ്റെ ആ കൂട്ടത്തിൽ കൂടെ നിശ്ചയാണ്ട് ഒരു ഭാഗത്താണ് കഴിച്ചാലേ ആളേതായാലും കൂടുതലുമായി. പിന്നെ എന്നാൽ നമുക്ക് നിക്കാഹ് എന്താ വെച്ചാൽ വേഗമാണ് ചെയ്യും ചെയ്താലോ. എന്തേ ഉമ്മ നല്ല കാര്യമൊക്കെ തന്നെ, പക്ഷേ കുഞ്ഞുവിനിപ്പോൾ എന്തൊക്കെയൊരു മൂഡ് ഓഫ് ഉണ്ട്. എന്താവോ എന്താന്ന് അവിടെ ഒന്നും കൂടി നവാസിനെ വിളിച്ചു നോക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കട്ടെ. എന്നിട്ട് നവാസിനെ കിട്ടിയിട്ടേ ഓനോട് വേഗം ഒന്ന് വന്നുകാണ്ട് പോലീസിനാണെങ്കിലും വന്ന് പോയിക്കോട്ടെ. ബോംബെക്കൊക്കെ എപ്പോഴും ട്രെയിൻ ഉള്ളതല്ലേ, ട്രെയിനാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ സൗകര്യത്തിനൊന്നും കുറവില്ലല്ലോ, പൈസക്ക് കുറവൊന്നുമില്ലല്ലോ. ഓനോ ഫ്ലൈറ്റിന് തന്നെ വരാം. ആ ഒരു ദിവസത്തിന് വന്നുകാണ്ട് പോകാൻ പോയിക്കോട്ടെ, അങ്ങനെ അത്ര നിർബന്ധമാണെങ്കിൽ. എന്നാലും വരാതിരിക്കാൻ പറ്റൂല. ശരിക്കും അതാ ഐഷുമ്മ ഫസീലയോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അതെ ഉമ്മ, അത് ശരിയാണ്. എന്നാൽ കുഞ്ഞുവിനോടും ഞാൻ കാര്യങ്ങൾ ഒന്നും കൂടി സംസാരിച്ച് നോക്കട്ടെ. മോളെ ഇനി ഇജ്ജ് സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ഒന്നിങ്ങോട്ട് വരാൻ പറയാം ഓനോട്, ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയട്ടോ. വന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല. ഐഷുമ്മ അതാ കുഞ്ഞുവിനോട് വീട്ടിലേക്ക് പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഫസീലയോട്. എന്നാൽ കുഞ്ഞുവിനെ കാത്തു നിൽക്കുകയായിരുന്നു ഫസീല. അവനെ എത്രയായിട്ടും കാണുന്നില്ല. ഓനിപ്പോൾ എവിടെ പോയത്? എത്രയും സമയമായല്ലോ. വിളിച്ച് നോക്കണോ? ഇനിയിപ്പോൾ ഡ്യൂട്ടി ഉണ്ടാവോ, ലോഡ് ഇറക്കാനൊക്കെ ഉണ്ടാവോ എന്തോ ആവോ. കുഞ്ഞുവിനെ കാണുന്നില്ലല്ലോ. കുഞ്ഞുവിനെ കാത്ത് അതാ ഫസീല സിറ്റ് ഔട്ടിലിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, അതെ ഐഷുമ്മ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും കുഞ്ഞു വന്നാൽ ഐഷുമ്മയുടെ അരികിലേക്ക് പോകുമോ? എന്നിട്ട് ഐഷുമ്മ എന്തായിരിക്കും അവനോട് പറയുന്നത്? അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹം, മിസിരിയുടെ ആഗ്രഹമൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതാണ് ഐഷുമ്മ ആഗ്രഹിക്കുന്നത്. അതെ, ഐഷുമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.